بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുവാനും അറിയുവാനും സംഗമിച്ചത് അല്ലാഹു തആല മുത്തുനബിയുടെ പൊരുത്തം കിട്ടാൻ, അവിടുത്തോട് അടുപ്പം കിട്ടാൻ കാരണമാകുന്ന ഒരു അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുവഴി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല എളുപ്പത്തിലുള്ള പരിഹാരം തരട്ടെ. മൗലിദുൽ ഹുസ്നൈനിയുടെ 22-ാമത്തെ അധ്യായം മുഹമ്മദീയൻ സമുദായം എന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. അതിൻ്റെ തുടക്കഭാഗം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങി വെച്ചത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് വഅന്നഹും യുഹ്ശറൂന ഗുർറൻ മുഹജ്ജിലീൻ വലഹും കൽ അംബിയാഇ നൂറാൻ ഖാല തആല യൗമ ലാ യുഖ്സില്ലാഹു النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم في كمال اللمعان. ഉമ്മത്ത് മുഹമ്മദീയൻ സമുദായം അവരുടെ അതിപ്രധാനപ്പെട്ട മഹത്വങ്ങളാണ്, പ്രത്യേകതകളാണ് പറഞ്ഞു വരുന്നത്. ഉമ്മത്ത് മുഹമ്മദീയത്തിനിക്ക് ഈ സമുദായത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വഅന്നഹും യുഹ്ശറൂന ഗുർറൻ മുഹജ്ജിലീൻ. ഈ ഉമ്മത്ത് മുഖവും കൈക്കാലുകളും പ്രകാശിക്കുന്നവരായിട്ടാണ് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഈ ഉമ്മത്തിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനായി മരിച്ചവര് അവര് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരെ പ്രത്യേക, അവരേത് ഭാഗത്ത് നിന്നാലും മഹ്ശറിൽ ഒരുമിച്ച് കൂടിയ കോടാനുകോടി ജനങ്ങള് അവരിൽ നിന്ന് എവിടെയാണ് ഉമ്മത്ത് മുഹമ്മദിയത്തുള്ളത് എന്ന് അവര് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. അതെങ്ങനെ? അവരുടെ മുഖത്തുനിന്ന് സൂര്യപ്രകാശം പോലെ പ്രകാശരശ്മി അവരുടെ എല്ലാവരുടെ മുഖത്തുനിന്ന് ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കും. അതുപോലെ അവരുടെ കൈക്കാലുകളും ഇന്ന ഉമ്മത്തി യുദ്ഉന ഗുർറൻ മുഹജ്ജിലീൻ മിൻ ആസാരിൽ വുദൂ. മഹ്ശറിൽ എൻ്റെ സമുദായം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, എൻ്റെ സമുദായം മഹ്ശറിൽ വിളിക്കപ്പെടും ഗുർറൻ മുഹജ്ജിലീൻ എന്ന് വിളിക്കപ്പെടും. മുഖവും മുൻകൈകളും കൈക്കാലുകളും വെളുത്ത് ശോഭിക്കുന്നവരെ എന്ന് വിളിക്കപ്പെടും. എന്താ അതിന് കാരണം? മിൻ ആസാരിൽ വുദൂ. അവര് വുദൂ ചെയ്ത കാരണം കൊണ്ട് 5 വഖത്ത് നിസ്കാരം നമുക്കേ ഉള്ളൂ, മറ്റുള്ള ഉമ്മത്തിന് ഒരു വക്തേ ഉള്ളൂ. 5 വക്ത് നിസ്കാരം നമുക്ക് മാത്രം അല്ലാഹു തആല തന്നത്. അപ്പോൾ ഈ 5 വക്ത് നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് ളുഹറും അസ്റും മഗ്രിബും ഇശാവും സുബ്ഹും എല്ലാം വുദൂ ചെയ്ത് നിസ്കരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രതിഫലനം നാളെ മഹ്ശറിൽ കാണുകയാണ്. മഹ്ശറിലേക്ക് ചെല്ലുമ്പോൾ മുഖവും കൈക്കാലുകളും വെളുത്ത് പ്രകാശിക്കുന്നവരായിട്ട് ചെല്ലും. മാത്രമല്ല വലഹും കൽ അംബിയാഇ നൂറാൻ. മറ്റുള്ള സമുദായത്തിലെ ലീഡേഴ്സായ അംബിയാ മുർസലീങ്ങൾക്ക് മാത്രമുള്ളൊരു അടയാളാണ് ആ നബിമാരുടെ പ്രകാശം. ഒരു പ്രത്യേക പ്രകാശമായിരിക്കും നബിമാർക്കുണ്ടാവുക, സമുദായത്തിന് ഇല്ലാത്ത. മുൻകഴിഞ്ഞു പോയ സമുദായത്തിലെ ഔലിയാക്കൾക്ക് വരെ ഇല്ലാത്തൊരു പ്രത്യേക പ്രകാശമാണ് നബിമാർക്കുണ്ടാവുക. ആ നബിമാർക്കുള്ള പ്രകാശം ഈ ഉമ്മത്തിലെ പാവപ്പെട്ട
സമുദായത്തിന് സാധാരണക്കാരായ മുഅ്മിനീങ്ങൾക്ക് തന്നെ ആ പ്രകാശം അല്ലാഹു തആല കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ ഉമ്മത്തിന്റെ സ്ഥാനം? വലഹും കൽ അംബിയാഇ നൂറാൻ, മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെ ഈ ഉമ്മത്തിന് മഹ്ശറിലേക്ക് വരുമ്പോൾ 2 പ്രകാശമുണ്ടാവും. ആ പ്രകാശത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തു തഹരീമിൽ. ഖാല തആല, അല്ലാഹു പറഞ്ഞു, യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മുത്ത് നബിയെ അല്ലാഹു തആല ഒരിക്കലും വിഷമിപ്പിക്കാത്ത വഷളാക്കാത്ത ഒരു സന്ദർഭം, ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് വലിയ സന്തോഷമായിരിക്കും. വല്ലദീന ആമനു മഅഹു, ആ നബിയുടെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, അവരെയും അല്ലാഹു തആല ഒരിക്കലും വഷളാക്കൂല, അവരെ അല്ലാഹു തആല നിസ്സഹായകരാക്കൂല. അങ്ങനത്തെ ഒരു ദിവസം വരുന്നുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവർക്ക് 2 നൂറുണ്ട്. അവരുടെ നൂറ് പ്രകാശം അവരുടെ മുമ്പാകത്തിലൂടെയും, മുമ്പാകത്തേക്കൊരു പ്രകാശവും അവരുടെ വലത് ഭാഗത്തേക്ക് വേറൊരു പ്രകാശം, അങ്ങനെ 2 ലൈറ്റ് ഇങ്ങനെ അവർ വരുമ്പോൾ, ഉമ്മത്ത് എവിടുന്ന് വരികയാണെങ്കിലും 2 ദിശയിലേക്ക് ലൈറ്റ് ഉണ്ടാവും. ഒന്ന് മുമ്പാകത്തേക്ക് ഒരു ലൈറ്റും പിന്നെ വലത് ഭാഗത്തേക്ക് ഒരു ലൈറ്റും, ഇങ്ങനെ 2 ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടാണ് അവർ മഹ്ശറിലേക്ക് വരിക. അത് അമ്പിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. അത് ഈ ഉമ്മത്തിനേക്ക് അല്ലാഹു തആല കൊടുക്കുന്നു. ഫീ കമാലിൽ ലമഅൻ, പൂർണ്ണ പ്രസരിപ്പിലുള്ള ലൈറ്റ്, പൂർണ്ണ ലംഘലോട് കൂടെയുള്ള ലൈറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത് അവരുടെ ഈ ഉമ്മത്തിനേക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രത്യേകതയാണ്. വഅന്ന ഫീ വുജൂഹിഹിം, ഈ ഉമ്മത്തായി മരിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ഉമ്മത്തായി മരിച്ചാൽ മതി. ഈ ഉമ്മത്തായി മരിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലേക്ക് എന്തെങ്കിലും കുറവ് അവരുടെ ജീവിതത്തിൽ, ഈമാൻ കിട്ടി മരിച്ചവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ്, അല്ലാഹു തആല പൊറുക്കാത്ത തെറ്റ്, വീക്ക്നെസ്, കുറവുണ്ടെങ്കിൽ അത് ഖബറിൽ വെച്ച് അവരുടെ ഹിസാബും അദാബും ഒക്കെ ഖബറിന്ന് ആ കേസ് തീർക്കും. പിന്നീട് റസൂലുള്ളാഹിനെ വഷളാക്കാതിരിക്കാൻ വേണ്ടി, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ അംബിയ മുർസലീങ്ങൾക്കും പ്രബോധനം ചെയ്ത, ആലമുൽ ഗൈബിൽ വെച്ച്, അദൃശ്യ ലോകത്ത് വെച്ച് കഴിഞ്ഞു പോയ ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള നബിമാർക്കൊക്കെ പ്രബോധനം ചെയ്ത് കൊടുത്ത, മലക്കുകൾക്കും അർശനും കുർസിയിനും ഒക്കെ പ്രബോധനം ചെയ്ത് കൊടുത്ത, അവർക്കൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു നബിയാണ്, പ്രവാചകരാണ് നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിന്റെ ഉമ്മത്താവാൻ സാധിക്കാതെ പറഞ്ഞാൽ തന്നെ പിന്നെ കഴിഞ്ഞു, എല്ലാ മഹത്വം അതിലുണ്ട്. അപ്പൊ ആ നബിയുടെ മുരീദന്മാരായി, ആ നബിയുടെ ഉമ്മത്തായി, ശിഷ്യന്മാരായി, ആ നബിയുടെ നോട്ടം കിട്ടിയ ആളുകളെ നമ്മളൊക്കെ ബുശ്റാലി ഉമ്മത്തിഹി ബിറുയത്തി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അലീമുൽ അസ്യദു. മങ്കൂസ് മൗലിദിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുശ്റാലി ഉമ്മത്തി, ഉമ്മത്തിന് വലിയ സന്തോഷമല്ലേ, സന്തോഷ വാർത്തല്ലേ. ബിറുയത്തി വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം കിട്ടിയവരാണ് ഈ ഉമ്മത്ത്. വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ മുത്തുനബി പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഉമ്മത്തിനെ മുഴുവൻ എനിക്ക് കാണിക്കപ്പെട്ടു, എല്ലാ ഉമ്മത്തിനെയും വരാൻ പോകുന്നവരൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഇപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല മരണശേഷം പൂർണ്ണ ജീവൻ നൽകിയില്ലേ. അപ്പൊ ഇപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബി നമ്മെ കണ്ടിട്ടുണ്ട്, അവിടുത്തെ നോട്ടം നമുക്ക് കിട്ടി എന്ന് പറയുന്നത് വലിയൊരു മഹത്വമാണ്. ഏത് നോട്ടം? റൂഹിന്റെ നോട്ടമല്ല, ശരീരത്തിന്റെ നോട്ടം തന്നെ, ശരീരത്തിന്റെ ദർശനം തന്നെ നമുക്ക് നമ്മളിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് വലിയൊരു മഹത്വമാണ്. ഹദാ ഹുവൽ ജാഹുൽ അലീം, ഇത് വലിയ മഹത്വമാണ്. അൽ അസിയദു, ഏറ്റവും അധികമായി നിൽക്കുന്ന, അമൂല്യമായി നിൽക്കുന്ന,
ഒരു മഹത്വമാണ് നമുക്ക് കിട്ടിയത്. മഹത്വം എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് അതാ. അപ്പോൾ അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ നേതാവാണ്. എല്ലാ സൃഷ്ടികളെക്കാളും മേലെ നിൽക്കുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ ശിഷ്യൻ, ആ നേതാവിൻ്റെ ഉമ്മത്തിൽപ്പെട്ടൊരു വ്യക്തി പിന്നെ മഹ്ശറിൽ വരുമ്പോൾ ശിക്ഷിക്കപ്പെടുക, മഹ്ശറിൽ നരകത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ നബിക്കൊരു കുറവുണ്ട്. അതാ നബിക്ക് കുറവാണ്, നബിനെ വഷളാക്കലാണ്. നബിക്കതിലൊരു വഷളത്തരുണ്ട്. അതുകൊണ്ട് അതാ അള്ളാഹ് പറഞ്ഞു ലാ യുഹ്സില്ലാഹു നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വഷളാക്കൂല. ആ നബിയെ കൊണ്ട് വിശ്വസിച്ചവരെയും അള്ളാഹ് വഷളാക്കൂല. എന്തുകൊണ്ട്? അവർക്ക് കിട്ടാനുള്ള ശിക്ഷ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ കുറേ ഓഫർ അള്ളാഹു തആല ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. ആ ഓഫറിലൊന്നും പെടാൻ ഭാഗ്യം കിട്ടാത്ത ചങ്ങായിയാണെങ്കിൽ അവന് മുഅ്മിനായി മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശിക്ഷ ഖബറിന്ന് ഹിസാബും ശിക്ഷയും കഴിയും. പിന്നെ മഹ്ശറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നല്ല പവറില്ല മഹ്ശറിലേക്ക് വരുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഉമ്മത്തിൽപ്പെട്ട് മരിക്കാൻ തൗഫീഖ് തരട്ടെ. വഅന്ന ഫീ വുജൂഹിഹിം, ഈ സമുദായത്തിന്റെ മുഖങ്ങളിൽ ഉണ്ടാവും സീമസ്സുജൂദ്, അവര് സുജൂദ് ചെയ്തതിന്റെ അടയാളം. അപ്പൊ സുജൂദ് ചെയ്യണം, എന്നാലേ ഉമ്മത്തിൽ പെടുള്ളൂ. തീരെ നിസ്കരിക്കാത്തവര്, നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നിസ്കരിച്ചില്ല. ചിലവര് വിശ്വസിച്ച് പിന്നെ നിസ്കരിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് മരിച്ചു പോകും. അതല്ല പറയുന്നത്. നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ട് നിസ്കരിച്ചില്ല, അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ സുജൂദിന്റെ അടയാളം നാളെ മഹ്ശറിൽ വരുമ്പോ അവരുടെ മുഖത്തുണ്ടാവും, നെറ്റിയിൽ സുജൂദിന്റെ അടയാളം ഉണ്ടാവും. സുജൂദിന്റെ സ്ഥലത്ത് പ്രത്യേക ലൈറ്റ് ഉണ്ടാവും. അത് ഈ ഉമ്മത്തിനേ ഉള്ളൂ. അത് മറ്റുള്ള ഉമ്മത്ത് സുജൂദ് ചെയ്യാത്തത് കൊണ്ടല്ല, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഈ ഉമ്മത്തിന്റെ അവര് മഹ്ശറിലേക്ക് ഇങ്ങനെ വരുമ്പോ, മഹ്ശറിലേക്ക് വരിക എന്ന് പറഞ്ഞാല് അള്ളാഹു ഒരുമിച്ച് കൂടാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോ, ആ വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ അവരുടെ മക്കള്, ചെറിയ മക്കള്, ചെറിയ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ അവർക്ക് മുന്നിൽ ഇങ്ങനെ ഓടി കളിച്ചു വരും. ആ മക്കൾക്ക് വലിയ സന്തോഷമാണ് ഈ ഉമ്മത്തിന്ന് കഴിഞ്ഞു പോയ ആളുകളുടെ, മുഅ്മിനായി മരിച്ചുപോയ ആളുകളുടെ ചെറിയ മക്കൾ, പ്രായപൂർത്തിയാവാത്ത മക്കൾ, അവര് ഈ ഉമ്മത്തിനെ പോലെ തന്നെ അവര് വലിയ സന്തോഷത്തിലാണ്. ഇവരെ മുന്നിൽ തന്നെ ഓടിക്കൊണ്ടുവരും. വഅന്നഹും യുഅത്തൗന ഖുതുബഹും ബിൽ ഐമാൻ. ഈ ഉമ്മത്ത് സാധാരണഗതിയിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കിതാബ് വലങ്കയിൽ കൊടുക്കപ്പെടുന്നവരും ഉണ്ട്, കിതാബ് ഇടങ്കയിൽ കൊടുക്കപ്പെടുന്നവരും മഹ്ശറിലുണ്ട് എന്നാ പറയുന്നത്. രണ്ട് വിഭാഗമുണ്ട്. അത് ഈ സമുദായത്തിലും അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടാവാ. ആരാണത്? ഇടങ്കയിൽ കിതാബ് കൊടുക്കപ്പെടുന്നവർ ഈ സമുദായത്തിൽ ആരാ? ഖുർആന് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. ആ സ്ഥലം പറഞ്ഞെടുത്ത് ഇടങ്കയിൽ കിതാബ് കൊടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ അവർ നരകത്തിൽ ശാശ്വതരായി കടക്കുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞു കാണും. അപ്പൊ ശാശ്വതരായി നരകത്തിലേക്ക് പോകുന്നവർക്കാണ് കിതാബ് ഇടങ്കയിൽ കൊടുക്കുന്നത്. അത് കാഫിറായി മരിച്ചുപോയ ആളുകളാണ്, അവിശ്വാസിയായി മരിച്ചുപോയ ആളുകളാണ്. അവർക്കാണ് ഇടങ്കയിൽ കിതാബ് കൊടുക്കുന്നത്. അവരാണ് കിതാബ് പിന്നെ നരകത്തിൽ ശാശ്വതരായി കിടക്കുന്നവർ എന്ന് മനസ്സിലായി ഈ ഉമ്മത്ത്. അതുപോലെ ഈ ഉമ്മത്ത് അല്ലാത്ത മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിലുള്ള ആളുകൾക്കും ഇടങ്കയിൽ കിതാബ് കൊടുക്കും. അവര് വിശ്വാസികളാണെങ്കിലും അവരെ നരകത്തേക്ക് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസികളാണെങ്കിലും അവരുടെ കയ്യിലും കിതാബ് ഇടങ്കയിൽ കൊടുക്കും. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്, ഇവർ വിശ്വാസികളായി മരിച്ചവരാണെങ്കിൽ മഹ്ശറിലേക്ക് വരുമ്പോ ഇവരുടെ കിതാബ് വലങ്കയിലേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് സമാധാനമാണ്, വലങ്കയിലെ കിതാബ് കിട്ടുള്ളൂ. നമ്മൾ ഈ സമുദായത്തിൽ പെട്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ പറ്റൂല. സമാധാനിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അതിന് ഈ ഉമ്മത്തിൽപ്പെട്ട് മരിക്കാൻ കഴിയണം. ഈ ഉമ്മത്തിൽപ്പെട്ട് മരിക്കാൻ കഴിയണമെങ്കിൽ എന്താവണം? സിറാത്തുൽ മുസ്തഖീമിലൂടെ പോവണം, ഇസ്തിഖാമത്ത് വേണം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് പോകാൻ കഴിയണം. അള്ളാഹു വർജിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർജിച്ച്, അള്ളാഹു തആല ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്ത്
നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോഴാണ് ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ മരിച്ചാൽ വഅന്നഹും യുതൗന കുതുബഹും, ഈ ഉമ്മത്തിന്റെ കിതാബുകൾ, ഏത് കിതാബ്? അവരുടെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെക്കപ്പെട്ട കിതാബ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യനും ഒരു വാക്ക് ഉച്ചരിക്കുന്നുവോ, ഒരു വാക്ക് മൊഴിയുന്നുവോ, ഒരക്ഷരം പറഞ്ഞാൽ പോലും എന്നതിൻ്റെ അർത്ഥം, അത് ഒക്കെ റഖീബ് അതീദ്, രണ്ട് മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവര് വാക്ക് മാത്രമല്ല രേഖപ്പെടുത്തി വെക്കുക, പ്രവൃത്തിയും അമലുകളൊക്കെ ചെയ്യുന്നതെല്ലാം, നന്മകളും തിന്മകളും മുഴുവൻ അവർ എഴുതി വെക്കുന്നുണ്ട്. വാക്ക് എഴുതി വെക്കുക എന്നതിൻ്റെ അർത്ഥം അത് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യം നമ്മളെ മനസ്സ് പറയും. ചെയ്യുന്നതിൻ്റെ മുമ്പും ചെയ്യുമ്പോഴൊക്കെ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുന്നത് നമ്മൾ ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ പ്രവൃത്തിയിലുണ്ട് പറച്ചില്. പ്രവൃത്തി പറയാതെന്തോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഓർമ്മയില്ലാതെ ബോധശയുള്ള സമയത്ത് ഉള്ള പ്രവൃത്തിയിലാണ് പറയാതെ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രവൃത്തിയിലും നമ്മളെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പറയുന്നുണ്ട്. മനസ്സിൽ ഉദിക്കുക, അത് തന്നെയാണ് പറയുക എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ മലക്കുകൾ പ്രവർത്തിക്കുന്നതും എഴുതുന്നുണ്ട്, പറയുന്നതും എഴുതുന്നുണ്ട് മലക്കുകൾ. ഖൽബിന്റെ ഉള്ളിലുള്ള ദിക്ർ, ആ ദിക്ർ മലക്കുകൾ എഴുതാൻ കഴിയൂല എന്ന് പറയുന്നുണ്ട്. മലക്കുകൾ എഴുതാത്ത സ്വാലിഹായ അമലുള്ള ആളുകളുണ്ട്. മലക്കുകൾ എഴുതാത്ത തെറ്റ് ആയ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ദോഷം ചെയ്യുന്ന ആളുകൾ അങ്ങനെയുണ്ട്. കൽബോണ്ട് ഗീബത്ത് പറയാലോ. കൽബോണ്ട് ഗീബത്ത് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ മലക്കുകളെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ആ എഴുതി വെക്കപ്പെട്ട കിതാബുകളെ കുറിച്ചാണ്. അത് വലങ്കയിൽ കൊടുക്കപ്പെട്ടാല് അതൊരു ശുഭലക്ഷണാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളാണ് എന്നതിൻ്റെ അർത്ഥം. ഇടങ്കയിൽ കൊടുക്കപ്പെട്ടോ അത് അപലക്ഷനാണ്. അതിൻ്റെ അർത്ഥം ഇവന് നരകത്തിൽ പോകാനുള്ളവനാണ് എന്നാണ്. അത് കാഫിറാണെങ്കിൽ ശാശ്വതമായിട്ട് നരകത്തിൽ പോകും. അല്ല, കാഫിർ അല്ലെങ്കിൽ നരകത്തിലേക്ക് ശിക്ഷ കഴിയുന്നത് വരെ, ചെയ്ത തെറ്റിന്റെ ശിക്ഷ കഴിയുന്നത് വരെ നരകത്ത് പോകും. അതിന്റെ ശേഷം നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. വഅന്നഹും അസ്ഖലുൽ ഉമമി ഫിൽ മീസാൻ. പിന്നെ കിതാബ് കൊടുത്താൽ പിന്നുള്ളൊരു സംഭവമാണ് മീസാൻ. ഒരു ത്രാസ് ഉണ്ട്, അമലുകൾ തൂക്കുന്ന ത്രാസ്. ഓരോന്നും തൂക്കാൻ അതിനോട് അനുസൃതമായ, അതിനോട് യോജിച്ച ത്രാസാണ് ഉണ്ടാവുക, അല്ലേ? ബത്തക്ക തൂക്കുന്ന ത്രാസല്ല പൊന്ന് തൂക്കാൻ, ആ ത്രാസല്ല തക്കാളി തൂക്കാൻ. അപ്പൊ ഓരോന്നും തൂക്കാൻ അതിൻ്റെതായ ത്രാസുകളുണ്ട്, തുലാസുകളുണ്ട്. എന്നതുപോലെ അള്ളാഹു താല അമല് തൂക്കാന് അള്ളാഹു താല അതിനൊരു ത്രാസ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അമലുകൾ എങ്ങനെയാ തൂക്കുന്നത്? അമലുകള് ആലമുൽ മിസാൽ എന്ന് പറഞ്ഞൊരു ലോകം, ഈ ഭൂമിയുടെ പരിധിയൊക്കെ വിട്ട് ഒന്നാനാകാശം മുതൽക്ക് തുടങ്ങുകയാണ് ആലമുൽ മിസാൽ എന്ന് പറഞ്ഞ ലോകം. രണ്ട് ആകാശത്തിന്റെ അടിയിലും കുറെ സ്ഥലമുണ്ടല്ലോ. ഒന്നാനാകാശം മുതൽക്ക് തുടങ്ങുന്നുണ്ട് ആലമുൽ മിസാൽ. ആലമുൽ മിസാൽ എന്ന് പറയുന്ന ലോകത്ത് നാം അമൽ എന്ന പ്രവർത്തനം എന്ന ഈ പ്രവർത്തനം എന്ന് പറയുന്ന സംഗതി അത് അമൂർത്തം എന്ന് അതിനെ കുറിച്ച് പറയാം. അത് തടിയില്ലാത്ത വസ്തുവാണ്. മാത്രല്ല അത് മറ്റൊരു
വസ്തുവിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സ്വന്തം ഒരു വസ്തു ഇല്ലാതെ, ഒരു വ്യക്തി ഇല്ലാതെ പ്രവർത്തനം മാത്രം മനസ്സിലാക്കപ്പെടാനും നിൽക്കാനും പറ്റൂല. പ്രവർത്തനം സ്വന്തം പോവുക, വ്യക്തി വെടി, അങ്ങനെ ഉണ്ടാവില്ല. പ്രവർത്തനം മാത്രം നടക്കുന്നു, വ്യക്തി പുറത്തും, അങ്ങനെ ഉണ്ടാവില്ല. പ്രവർത്തനം എന്ന് പറയുന്നത് അത് വ്യക്തിയോട് കൂടെ വ്യക്തിയിൽ നിലകൊള്ളുന്ന സംഭവമാണ്. അങ്ങനെയുള്ള വസ്തുക്കൾക്കാണ്, അങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് അമൂർത്തങ്ങൾ എന്ന് പറയുക. ഈ അമൂർത്തങ്ങളെ അല്ലാഹു തആല ആലമുൽ മിസാൽ എന്ന് പറയുന്ന ലോകത്ത് മൂർത്തങ്ങളാക്കി മാറ്റും. അതാണ് ആലമുൽ മിസാൽ. ഇവ ബന്ധം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ബന്ധം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളിൽ നിലകൊള്ളുന്ന ഒരു വിഷയമാണ് ബന്ധം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പം അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ടാണ് അത് ഉണ്ടായത്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആ സംഭവം ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ സൃഷ്ടിച്ചത് അള്ളാഹു? അതിനെ അള്ളാഹു തആല മൂർത്തമാക്കി സൃഷ്ടിച്ചു. എന്നിട്ട് പിന്നെ അതിനെ അമൂർത്തമാക്കി അള്ളാഹു. അപ്പൊ അമൂർത്തങ്ങളെ അള്ളാഹു തആല മൂർത്തങ്ങളാക്കാനും മൂർത്തങ്ങളെ അമൂർത്തങ്ങളാക്കാനും അള്ളാഹു തആലക്ക് കഴിയും. അങ്ങനെ ഉള്ളൊരു ലോകമാണ്. നമ്മളൊക്കെ മൂർത്തങ്ങളാണ്. തടിയുള്ള, നീളവും വീതിയും ആയവുമുള്ള തടികളാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മളെ അള്ളാഹു തആലക്ക് അമൂർത്തമാക്കി മാറ്റാൻ കഴിയും, മീനിങ് ആക്കി മാറ്റാൻ കഴിയും. അങ്ങനെ നടക്കുന്നൊരു സംഭവമാണ് പിന്നെ ആലമുൽ മിസാൽ. അതുപോലെ അമൂർത്തങ്ങളെ മൂർത്തമാക്കാനും കഴിയും. അപ്പൊ ഈ അമലുകളെ എന്താവും? അമലുകളെ ഇപ്പൊ നിസ്കാരം എന്ന് പറയുന്ന അമൽ, അതിനെ അല്ലാഹു തആല മൂർത്തമാക്കി മാറ്റും. ഒരു നിസ്കാരം മാത്രമാണെങ്കിൽ അതിനൊരു വെയിറ്റ് ഉണ്ടാവും. ഒരാൾ അവന്റെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടും. അങ്ങനെയാണ് അല്ലാഹു തആല ഈ അമലുകളെ തൂക്കുന്നത്. അങ്ങനെയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവാനാണ് സാധ്യത. ആലമുൽ മിസാൽ അല്ലാഹു തആല അതിന് പഠിച്ചതുമാണ്. അതൊക്കെ അനുഭവിക്കുകയും കാണുകയും ദർശിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ. അവരതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്, കാണുന്ന ആളുകളാണ്. അത് അവർ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ ഔലിയാക്കന്മാർ ആലമുൽ മിസാലുള്ള സംഭവം അവർക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ അവരനുഭവിക്കും. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദീന്, മതം, ദീന് എന്ന് പറയുന്നത് അത് അമൂർത്താണ്. അത് മീനിങ് അല്ലെങ്കിൽ അമൂർത്താണ്. അത് ഒരു വ്യക്തിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഒരു സംഭവമാണ് ദീന് എന്ന് പറയുന്നത്. ദീൻ അതാ സ്വന്തം ദീന് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ദീന് ഇവിടുന്ന് പോയി എന്ന് അറിയാൻ പറ്റൂല. നമ്മൾ പറയാറുണ്ട് വേറെ അർത്ഥത്തിനാണ്, ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. പക്ഷെ ആ ദീന്, അമൂർത്തമായ ദീനിനെ അല്ലാഹു തആല മൂർത്തമാക്കാൻ അള്ളാഹിന് കഴിയും. അത് അനുഭവിക്കുകയും കാണുകയും ദർശിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഔലിയാക്കന്മാർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് ഇങ്ങനെ ഒരു റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു റോഡിന്റെ അരികിലുള്ള ഒരു ചാല്, റോഡ് അരികിലൂടെ വെള്ളം പോകാനൊക്കെ നമ്മള് ഒരു ഓവ് ചാല് ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ ഒരു ചാലിന്നൊരു വിളി കേട്ടു. വിളി കേട്ടപ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോ എൻ്റെ കൈയൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു രോഗിയാണ്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പൊ പറഞ്ഞു, അന്ത മുഹീദ്ദീൻ വഅന ദീനു, ഞാൻ ദീനാണ്, ദീന് എന്ന സാധനം ഞാനാണ്, നിങ്ങൾ എന്നെ ജീവിപ്പിച്ചു, ഞാൻ നിർജീവമായി കിടക്കായിരുന്നു, എന്നെ നിങ്ങൾ ജീവിപ്പിച്ചു എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദീന് സംസാരിച്ചു. മുഹീദ്ദീൻ ശൈഖ് എന്നുള്ള പേര് ദീന് നൽകിയ പേരാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു.
അത് ദീന് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അത് മൂർത്തമായി രൂപപ്പെട്ടതാണ് മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു അൻഹു. ഔലിയാക്കന്മാർക്ക് അത് സർവ്വസാധാരണമായി ഉണ്ടാകുന്ന സംഭവമാണ്. അങ്ങനെ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതും ഒക്കെ ഔലിയാക്കന്മാരുടെ മുന്നിൽ രൂപപ്പെടും. ആലമുൽ മിസാൽ, ആലമുൽ മിസാല് ശരിക്കും ഉള്ളത് ഒന്നാം ആകാശത്തിന്റെ മേലെയാണെങ്കിലും അത് ഇവിടെ ഔലിയാക്കന്മാർ ഇവിടെ തന്നെ അത് കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യും. വഅന്നഹും അസ്ഖൽ ഉമമി ഫിൽ മീസാൻ, ഈ ഉമ്മത്ത് മറ്റു സമുദായങ്ങളെക്കാൾ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും അമല് ഭാരം കൂടുന്ന ആളുകളാണ്. വേണല്ലോ അവരുടെ അമല് തൂക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ അമല് പിന്നോട്ടായി എന്ന് പറഞ്ഞാല് അത് റസൂലുള്ളാഹിക്ക് മോശല്ലേ മറ്റുള്ളവരുടെ അടിയിൽ. അതുകൊണ്ട് മറ്റുള്ള സമുദായത്തെക്കാൾ ഏറ്റവും അമല് ഭാരം കൂടുക നമ്മുടെ ഈ ഉമ്മത്തിന്റെ അമലാണ്. അതിനൊരു കാരണമുണ്ട്. മറ്റുള്ള ഉമ്മത്തൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന ആദമ റസൂലുള്ളാഹ് എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ ഇബ്രാഹിം റസൂലുള്ളാഹ്, അല്ലെങ്കിൽ ഈസാ റസൂലുള്ളാഹ്, മൂസ റസൂലുള്ളാഹ് എന്നൊക്കെ അവർ പറഞ്ഞു. ഈ ഉമ്മത്ത് പറഞ്ഞതോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അവർ പറഞ്ഞു. അതിന്റെ വലിപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി റസൂലുള്ളാഹ് അള്ളാഹിന്റെ റസൂലാണ്, ഞങ്ങൾക്കുള്ള റസൂല് ഞങ്ങളിലേക്കുള്ള റസൂലാണ് എന്നല്ല. മറ്റുള്ളവരൊക്കെ പറഞ്ഞ ഞങ്ങളിലേക്കുള്ള റസൂല്. മൂസാ നബിന്റെ കൗമ് പറഞ്ഞ മുഹമ്മദ് മൂസ റസൂലുള്ളാഹ് പറഞ്ഞാൽ ഈ നിശ്ചിത ആളുകൾ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കബീലയിലേക്ക് ഇങ്ങനെ ഞങ്ങളിലേക്കുള്ള റസൂലാന്ന് അവരൊക്കെ പറഞ്ഞു. നമ്മൾ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ദൂതരാണ്. ഈ ലോക പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അന്ത്യം വരെ ഉള്ള റസൂലാണ്, എല്ലാവരിലേക്കുള്ള റസൂലാണ് എന്ന്. ഇത്രയും വലിപ്പമുള്ള റസൂലാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ വാക്കിന് വലിയ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ വാക്കിന് വലിയ ഭാരമേറിയ മാനുണ്ടായതുകൊണ്ട് അതാണ് മീസാനിൽ കനം തൂങ്ങുന്നത്. അപ്പൊ അത് അങ്ങോട്ട് ആരെ ഷഹാദത്തും എത്തൂല. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കനം തൂങ്ങുന്ന അമല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അമലാണ്. അത് ആ ഷഹാദത്ത് വെച്ച് ഏറ്റവും വലിയ ഷഹാദത്ത് നമ്മുടെ നബിന്റെ ഷഹാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്താണ് ഷഹാദത്തിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഷഹാദത്ത്. വഅന്നഹും അവ്വലു മൻ യഖ്ളി ലഹുമുർ റഹ്മാൻ, മറ്റൊരു പ്രത്യേകത നമ്മളാണ്, ഈ സമുദായമാണ് റഹ്മാനായ അല്ലാഹു തആല മഹ്ശറിൽ ആദ്യമായി വിധി പറയുന്ന സമുദായം. ആദ്യം അല്ലാഹു തആലയുടെ കോടതിയിൽ വിധി പറയുക നമ്മെ കുറിച്ചാണ്. അല്ലാഹു സ്വർഗക്കാരും നരകക്കാരും ഒക്കെ തിരിക്കുമല്ലോ, അല്ല വിധി അറിയാലോ മഹ്ശറിൽ. അത് ആദ്യം അല്ലാഹു തആല ചെയ്യുക ഈ ഉമ്മത്തിന്റെ കാര്യത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ഉമ്മത്ത് മഹ്ശറിലേക്ക് വന്ന ഉടൻ തന്നെ അവരുടെ തീരുമാനം, അവരുടെ എല്ലാ സംഭവങ്ങളും ഹിസാബ്, ചെറിയ നിലക്കുള്ള ഹിസാബ് എല്ലാം തീർത്ത് മറ്റുള്ളവർ വരുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഉമ്മത്തിന്റെ കാര്യം തീരുമാനമായി. പിന്നെ അവര് അവിടെ ലീഡേഴ്സാണ് മഹ്ശറിൽ. അത് പറയുന്നു, വഅന്നഹും ഈ ഉമ്മത്ത് യുജഅലൂന ശുഹൂദൻ ഫീ മഹ്കമത്തി ദയ്യാൻ, സർവശക്തനായ അല്ലാഹു പ്രതിഫലം നൽകുന്ന അല്ലാഹു, ആ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷികളാക്കപ്പെടും ഈ സമുദായത്തെ. ആർക്കുള്ള സാക്ഷി? മറ്റുള്ള എല്ലാ സമുദായത്തിനുള്ള സാക്ഷി. മറ്റുള്ള സമുദായത്തിന് അങ്ങനെ കോടതിക്ക് കൊണ്ടുവരപ്പെടും മഹ്ശറിൽ. അങ്ങനെ കോടതിക്ക് കൊണ്ടുവരപ്പെടുമ്പോ കുറെ ആളുകൾ, അധികം ആളുകളും, ഓരോ നബിയുടെയും സമുദായത്തിൽ അധികം ആളുകളും ആ നബിയെ അവഗണിച്ച് വിശ്വസിക്കാത്തവരാണ്. അപ്പൊ അവരെ നരകത്തിലേക്ക് വിധിക്കപ്പെടുമ്പോൾ അതിന് സാക്ഷിയായിട്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ സാക്ഷി നിൽക്കുക. അതേ അല്ലാഹുവേ, ഇവര് വിശ്വസിക്കാത്തവർ തന്നെയാണ്, ഇവർക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പറയും.
അതെങ്ങനെ അവര് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ മുത്തുനബി പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്തിന് അറിയാൻ കഴിയും അവർക്കൊക്കെ പ്രബോധനം നബിമാർ വന്ന കൂട്ടരാണ്. ഖാല തആല, അതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന الرسول അലൈക്കും ഷഹീദാ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. അപ്രകാരം നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തെ നിങ്ങളെ നാം ആക്കും. ജഅൽനാകും നിങ്ങളെ നാം ആക്കി, ഉമ്മത്തൻ വസതൻ ഉന്നത സമുദായമാക്കി, ഉത്കൃഷ്ടരായ സമുദായമാക്കി, ഖിയാറൻ ഉന്നതരായ സമുദായമാക്കി, മാ ബിഹിം നുഖ്സാൻ ഈ സമുദായത്തിൽ ഒരു കുറവും ഇല്ല. എന്തിനാ ഇങ്ങനെ ഉത്കൃഷ്ടരായ ഉമ്മത്താക്കിയത്, സമ്പൂർണരായ ഉമ്മത്താക്കിയത്? എന്തിനാൽ തകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും അവർക്കെതിരിൽ നിങ്ങൾ സാക്ഷി നിൽക്കണം. അയിൽ ഉമമിൽ മാളിയത്തി ബിൽ കുഫ്രാൻ, അവിശ്വാസത്തിൽ കഴിഞ്ഞു പോയ സമുദായം, അവർക്ക് എതിരിൽ നിങ്ങൾ സാക്ഷി നിൽക്കാൻ വേണ്ടി. എന്താ സാക്ഷി നിൽക്കുന്നത്? ബി അന്ന അംബിയാഅഹും അവരുടെയൊക്കെ പ്രവാചകന്മാർ ബല്ലഗൂഹും അവരോട് പ്രബോധനം നടത്തിയിട്ടുണ്ട്. റിസാലത്ത തൗഹീദി വൽ ഈമാൻ ഏകദൈവ വിശ്വാസവും ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസവും അവർക്ക് എല്ലാറ്റിൻ്റെയും സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ സമുദായം നാം അവിടെ മഹ്ശറിൽ അവർക്കെതിൽ സാക്ഷി നിൽക്കും. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, ഈ ഉമ്മത്ത് പറയുന്നത് ശരിയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുകയും ചെയ്യും. വയകൂന റസൂലു മുത്തുനബിയായിരിക്കും, അലൈക്കും ഷഹീദാ ഐ മുഹൈമിനൻ മുത്തുനബി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും നാം എന്ത് പറയുന്നു അത് ശരിയാണെന്ന് മുത്തുനബി പറയും. യഷ്ഹദു അന്നക്കും അദ്ലുൻ ഉമ്മാൻ, നിങ്ങൾ നീതിമാന്മാരാണ്, വിശ്വസ്തരാണ്, ഉമ്മാൻ വിശ്വസ്തരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുകയും ചെയ്യും. അത് ഈ ഉമ്മത്തിന്റെ മഹത്വമാണ്, മറ്റാർക്കും അതില്ല. വഅന്നഹും യമറുന അലസ്സിറാത്ത്, ഈ ഉമ്മത്ത് സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകും. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ അവർ സഞ്ചരിക്കും. കരീഹി കാറ്റ് പോലെ, വലിയ സ്പീഡുള്ള ഒരു സൃഷ്ടിയാണല്ലോ കാറ്റ്. ആ കാറ്റിന്റെ വേഗതയിൽ സിറാത്ത് പാലത്തിലൂടെ ഈ ഉമ്മത്ത് പോവും. സിറാത്ത് പാലം വലിയ പ്രയാസമുള്ള പാലാണ്, ലക്ഷക്കണക്കിന് കിലോമീറ്റർ വൈദൂരമുണ്ട്. അത് തന്നെ ആയിരക്കണക്കിന് വളവുകളും കയറ്റവും ഇറക്കവും വളവുകളൊക്കെ അതിലുണ്ട്. അത് വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ആ വഴി നേർമ്മയായ വഴിയാണ്, ഒടിയേക്കാൾ നേർമ്മയായ പാലം. ആ പാലത്തിലൂടെ പോവണമെങ്കിൽ അള്ളാഹു എളുപ്പാക്കി കൊടുത്തവർക്ക് കഴിയും. അതിനാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യുന്നത്. പഠിച്ചോനെ ഞങ്ങളെ ദുനിയാവിലുള്ള ജീവിതത്തിൽ ചൊവ്വായ വഴിയിലൂടെ നടത്തണേ എന്ന് ദുആ ചെയ്താൽ, ഈ ചൊവ്വായ വഴിയിലൂടെ ദുനിയാവിൽ നിന്ന് ജീവിക്കാൻ ഹറാമൊന്നും ചെയ്യാതെ വേണ്ടാത്തതിലേക്കൊന്നും പോവാതെ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ആരും ബുദ്ധിമുട്ടാക്കാതെ മുന്നോട്ട് പോവാൻ, അത് വാളിന്റെ മുകളിലൂടെ നടക്കുന്ന അത്ര പ്രയാസമുണ്ട്. ആ പ്രയാസം സഹിച്ച് സിറാത്ത് മുസ്തഖീമിലൂടെ ഇവിടെ ജീവിച്ച് പരിചയപ്പെട്ട് ആ ഒരു പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ മഹ്ശറിൽ വരുമ്പോൾ സിറാത്ത് പാലത്തിലൂടെ പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഈ ഉമ്മത്ത് ഈമാൻ കിട്ടി മരിച്ച ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് കാറ്റിന്റെ വേഗതയിൽ സിറാത്തിലൂടെ പോകും, സഞ്ചരിക്കും. ഔ ബർക്കിൽ ഖതഫാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് റാഞ്ചിയെടുക്കുന്ന ഇടിമിന്നിന്റെ വേഗതയിൽ
സിറാത്തിലൂടെ പോകും. അത് കാറ്റിനേക്കാൾ വേഗത. രണ്ട് കോലത്തിലും പോകുന്നവരുണ്ട്. വഅന്നഹും അവ്വലു മൻ യദ്ഖുലൂനൽ ജിനാൻ. മാത്രമല്ല ഈ സമുദായമാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവര് ഈ സമുദായമാണ്. ഇവര് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷമേ ബാക്കിയുള്ളവർ പോകും, മറ്റു സമുദായങ്ങൾ പോകും. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.